ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസ് ചെയ്തിട്ട്, കാരണം ഞാൻ വലിയ ഒരു കാര്യം നമ്മുടെ ചാനൽ ത്രൂ അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. സോ അത് ഞാൻ എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിൽ നിന്നെല്ലാം ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പേഴ്സണലി ചെയ്യാൻ വേണ്ടി തോന്നിയ ഒരു വീഡിയോ ആയിട്ടാണ്. ട്യൂട്ടോറിയലൊന്നും അല്ല, മറ്റൊന്നുമല്ല. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച ഒരു വളരെ സ്പ്രെഡായ ഒരു ന്യൂസ് ആയിരുന്നു നമ്മുടെ കേരളത്തിൽ സംഭവിച്ചത്. ഒരു കുട്ടി വർക്ക് പ്രഷർ കാരണം സൂയിസൈഡ് ചെയ്തു എന്നുള്ളത്. സോ നമ്മൾ ആ ന്യൂസിലേക്ക് അധികമൊന്നും പോകുന്നില്ല. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ വേറെ ഒരുപാട് ചാനൽസ് ഉണ്ട്. ഞാനിവിടെ പറയാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. വർക്ക് പ്രഷർ ആൻഡ് വർക്ക് സ്ട്രെസ് എന്ന ഈ രണ്ട് ടേംസ് അല്ലേ. സോ കാരണം ഞാനൊരു 4-5 കമ്പനീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അതിൽ എല്ലായിടത്തും തന്നെ വർക്ക് പ്രഷേഴ്സ് ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, ഒരു കമ്പനിയിൽ വെച്ച് ഞാൻ വളരെയധികം സ്ട്രെസ്സിന്റെ പീക്ക് ലെവലെത്തി സഫർ ചെയ്ത ഒരാളാണ്. സോ അതിനെക്കുറിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങൾ, അതിൽ നിന്ന് എങ്ങനെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ ഫെയിലിയേഴ്സിൽ നിന്നാണ്. സോ എനിക്ക് അന്നുണ്ടായ ഫെയിലിയറിൽ നിന്ന് ഞാൻ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇത് അധികം പേര് കാണുന്നില്ലെങ്കിൽ കൂടിയും സാരമില്ല, കാണുന്ന 1-2 ആൾക്കാർക്ക് പോലും ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മിക്കവരും തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലേ. സോ എല്ലാവരും IT കമ്പനിയിൽ തന്നെ ആവണമെന്നില്ല. സോ ഏത് പ്രൊഫഷൻ ആണെങ്കിലും, ഏതൊരു വർക്ക് സ്പേസ് ആണെങ്കിലും അവിടെ സ്ട്രെസ്സും പ്രഷറും ഒരുപാട് അങ്ങനത്തെ പ്രശ്നങ്ങൾ മിക്കവരും തന്നെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ വർക്ക് സ്ട്രെസ് എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടെ അതിനെ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നമുക്ക് 100% ആയിട്ട് ഈ വർക്ക് സ്ട്രെസ്സിലെ പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ആ ഒരു അളവ് നമുക്ക് കുറയ്ക്കാണ്ട് പറ്റും, അത്രേ പറ്റത്തുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിവിടെ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ഈ വർക്ക് പ്രഷർ കിട്ടുന്നത് എപ്പോഴാണ്? നമ്മുടെ എംപ്ലോയേഴ്സ് മീൻസ് എൻറ്റയർ കമ്പനി ആവണമെന്നില്ല, നമ്മുടെ ജസ്റ്റ് സൂപ്പർവൈസറിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കുറെ പെടാപ്പാട് പെടുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം എടുക്കുന്നു. ഇതിന് പോരാഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കളീഗ്സിൻ്റെ ഇടയ്ക്കിൽ നിന്നുണ്ടാവുന്ന ചില പ്രഷേഴ്സ്, അത് നമ്മുടെ വർക്ക് റിലേറ്റഡ് മാത്രം ആകണമെന്നില്ല, മറ്റു കാര്യങ്ങളും ആകാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പക്ഷേ നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഉണ്ടായിരിക്കാം. ഇപ്പൊ പിറ്റേ ഒരു ദിവസം തൊട്ട് അവർ നമ്മോട് മിണ്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ മറ്റൊരു മനുഷ്യൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് കളിയാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ വളരെയധികം അഫക്റ്റ് ചെയ്യും അല്ലെ. ഞാനൊക്കെ അങ്ങനെ വളരെ സെൻസിറ്റീവ് ആയിട്ട് ആളായിരുന്നു. ഓക്കെ, അതായത് പെട്ടെന്ന് ഒരാൾ നമ്മളോട് ഒരു ചെറിയൊരു ജോക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫീൽ ചെയ്യുക, അതൊക്കെ ഭയങ്കര സ്ട്രെസ്സിലോട്ട് പലരെയും നയിക്കും. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചിലർ ഭയങ്കര കോമഡി ആയിട്ട് തന്നെ എടുത്തു പോകുന്നവരുണ്ട്. പക്ഷെ ചിലർ അങ്ങനെ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. അത് പിന്നെ അത് അവരുടെ മൈൻഡിൽ കിടന്ന് അത് വലിയ ഇഷ്യൂസ് ആയിട്ട് മാറുന്നുണ്ട്. സോ നമുക്ക് അതിനെയൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ ഓഫീസിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പലരും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ അല്ലേ, നമ്മളെപ്പോഴും നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഓഫീസിൽ കാണും, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കാണും. ഓക്കെ, സോ അവരുമായിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ചില കുട്ടികളൊക്കെ, ചില ഫ്രണ്ട്സൊക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ ഒപ്പം 100% നല്ല മനസ്സോടെ നിൽക്കുന്നവരും ഉണ്ടാകാം. പക്ഷേ ചിലയിടങ്ങളിൽ സംഭവിക്കുന്നത് എന്താണ്? അവര് ഈ മറ്റേ ആളൊരു കൊളീഗായിട്ട് മാത്രമായിരിക്കും കണ്ടിട്ടുണ്ടാവുക. സോ അവരുടെ ഓഫീസിലെ പെർഫോമൻസ് കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമല്ലോ ഒരു വർക്കില്, സോ അതിലവർ ജയിക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ വ്യക്തി ഷെയർ ചെയ്ത പേഴ്സണൽ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അല്ലെ. ഒരിക്കൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കുന്നത് ഭയങ്കര പാടാണ്. സോ ആദ്യമേ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും പോയിട്ട് ഓഫീസിലുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈവൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂടെയും അധികം ഷെയർ ചെയ്യേണ്ട നിങ്ങളെ കമ്പനി വർക്ക് ചെയ്യുമ്പം. കാരണം പിന്നീട് നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാവരും അവനവന്റെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവനവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കണമെന്നില്ല അല്ലെ. ഞാനൊക്കെയാണല്ലോ എൻ്റെ പ്രൊഫഷൻ ഈ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നൊരു പൊസിഷനിലോട്ട് വന്നത്. എനിക്ക് എൻ്റെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടു വന്ന ഒരാളൊന്നും അല്ല. ടു ബി ഫ്രാങ്ക് ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല, മിക്കവർക്കും തന്നെ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, പക്ഷേ നമ്മുടെ പല പല കാര്യങ്ങൾ കൊണ്ടല്ലേ, നമ്മൾ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ നല്ലൊരു കരിയർ, മറ്റ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മിക്കവരും തന്നെ ഓരോ പ്രൊഫഷൻ ചൂസ് ചെയ്യുക. സോ പേഴ്സണലി അവർക്ക് അത് വലിയ ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഞാനൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ
പിന്നീട് അതിന് ഇഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം ഞാൻ തിരിച്ചറിഞ്ഞു ദിസ് ഈസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. അതായത് എനിക്ക് മുൻപോട്ട് എൻ്റെ ഫിനാൻഷ്യൽ ആയിട്ട് കിട്ടുന്ന ഒരു റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ജോബ്, ഇതാണ് എൻ്റെ ജോബ്. സോ എനിക്കതിന് ഇഷ്ടപ്പെട്ടേ പറ്റത്തുള്ളൂ. ഒരിക്കലും അപ്പം എന്താ പറയാ, അതിനോടൊരു ഇഷ്ടക്കേട് കാണിച്ചുകൊണ്ട് അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം സ്ട്രെസ് ആയിരിക്കും തരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇഷ്ടപ്പെട്ട് സ്വയം തുടങ്ങുക, അല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ പ്രൊഫഷൻ എടുക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷനോട്ട് പോവുക, ദാറ്റ്സ് ഫൈൻ. അതല്ലാത്തുള്ള കാര്യമാണ്. അപ്പം എല്ലാവർക്കും എപ്പോഴും നമുക്ക് ഫേവറായ രീതിയിൽ മാത്രം പോകണമെന്നില്ലല്ലോ നമ്മുടെ ലൈഫ്, അല്ലേ? സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണെങ്കിലും നിങ്ങളുടെ പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുൻപോട്ട് പോകാൻ അതേ വഴിയുള്ളൂവെങ്കിൽ അതിനെ നിങ്ങൾ സ്വയം ഇഷ്ടപ്പെട്ട് തുടങ്ങുക. അതിനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളായിട്ട് തന്നെ കണ്ടുപിടിക്കുക. ഒരിക്കലും എനിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിനൊന്നിനും അതിൽ യാതൊരു റോളും ഇല്ല. നിങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ വരുന്നത്. നമുക്ക് പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി പെടാപ്പെടുന്നവരായിരിക്കും, അല്ലേ? നമുക്ക് കിട്ടുന്ന വർക്ക് ഒരു പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ ഭയങ്കര കൺഫ്യൂഷൻസ് വരാം, അല്ലെങ്കിൽ ആ ഒരു പുതിയ ടെക്നോളജി പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാകാം നമ്മളിൽ പലരും. സോ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കിൽസിന് അപ് സ്കിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്, അല്ലേ? അടുത്തിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് എങ്ങനെ സ്വയം വർക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. സോ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ മറ്റ് ഡിപ്രഷൻസ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ സ്വയം തന്നെ അത് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ല? ഒരിക്കലും നമുക്ക് എൻ്റെ മാനേജർ എന്നോട് ഇങ്ങനെ പെരുമാറണം എങ്കിൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ, അങ്ങനെ നമുക്ക് ശാഠ്യം പിടിക്കാണ്ട് പറ്റത്തില്ല. സോ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് തിങ് ആണ് പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് യുവർ വർക്ക്. അതിനായിട്ട് ഓഷനവർ മെട്രിക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് ഉണ്ട്. അതിനെക്കുറിച്ച് എൻഡ് ഓഫ് ദി വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, അത് കാണുക. അതുപോലെ പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരിക്കാം, ആ വർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഒറ്റയടിക്ക് തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ 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 ബുദ്ധിമുട്ടൊരു അവസ്ഥയിലായിരിക്കും കടന്നു പോകുക. നമ്മൾ ആരും സൂപ്പർ പവറുള്ള ആൾക്കാരല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ആ വലിയൊരു ടാസ്കിനെ നമുക്കെല്ലാവർക്കും നമ്മുടെ എബിലിറ്റീസ് അറിയാം, നമ്മുടെ ലിമിറ്റേഷൻസും അറിയാം. സോ അതിനനുസരിച്ച് ഉള്ള കുഞ്ഞു കുഞ്ഞു മൊഡ്യൂൾസ് ആക്കുക, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യുക. അതിനെല്ലാം ചെറിയൊരു ടൈം അലോട്ട് ചെയ്യുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒരു വർക്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് അത് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെസ് എടുത്ത് രാവും പകലതിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം അത് നേരെ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം നമ്മുടെ മെന്റൽ ഹെൽത്തും കൂടെ അവിടെ ഡിസ്ട്രോയ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്ത് ചെയ്യണം? നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക നമ്മുടെ വർക്കിനെ. അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് ഡെഡ് ലൈൻസ് നമ്മൾ തന്നെ അതിന് അസൈൻ ചെയ്ത് കൊടുക്കുക, അതിനനുസരിച്ച് വർക്ക് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും, അത് ഓഫീസിൽ നിന്ന് നമ്മുടെ സീനിയേഴ്സ് ആയിക്കോട്ടെ സൂപ്പർവൈസേഴ്സ് ആയിക്കോട്ടെ ആരൊക്കെ എന്തൊക്കെ വർക്ക് തന്നാലും എല്ലാം കൂടെ എടുത്ത് യെസ് 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 എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലിട്ട് വെക്കാതെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഡ് അല്ലെങ്കിൽ മാനേജർ വന്നിട്ട് ഓക്കെ നമുക്കൊരു ടാസ്ക് ഉണ്ട് ചെയ്യാനായിട്ടെന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് അസൈൻ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കണമെന്നല്ല കേട്ടോ പറയുന്നത്. നമ്മുടെ ആ ഒരു കഴിവിന് അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ തരുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇത്ര ഒരു ഡെഡ് ലൈനുള്ളിൽ തീർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിലും കുറച്ച് ഒരു ദിവസം തീർക്കാൻ വേണ്ടി 2 ദിവസം തീർക്കാൻ വേണ്ടി ഉള്ള വലിയ വലിയ വർക്കുകളൊക്കെ തരുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ നോ തന്നെ പറയുക. അല്ലെങ്കിൽ നോ പറയാന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആ ഒരു വർക്ക് ഒരുപാട് നോ പറഞ്ഞ് ഒരു ഇഷ്യൂ ആക്കണം, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പൊളൈറ്റ് ആയിട്ട് രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, പറയുക ഓക്കെ ഇന്ന റീസൺ കൊണ്ട് നമുക്ക് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ല, സോ എനിക്ക് കുറച്ചുകൂടി ടൈം വേണം എന്ന് വെച്ചാൽ 1 month 2 month ഒക്കെ എടുത്ത് പോകണമെന്നല്ല, നമുക്ക് ഒരു റിയലിസ്റ്റിക് ടൈം ഉണ്ടല്ലോ, അതനുസരിച്ച് പറയുക അത്രയും ടൈം വേണം എങ്കിലും നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും യെസ് പറഞ്ഞ് എടുത്തുകൊണ്ടിരുന്ന ആ വർക്കൗട്ട് കംപ്ലീറ്റ് ആവത്തുമില്ല, നമ്മുടെ പെർഫോമൻസും കുറയും, നമ്മുടെ മെന്റൽ ഹെൽത്തും പോവുകയും ചെയ്യും. മറ്റൊരു ടിപ്പാണ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. അതായത് ഇപ്പൊ നമുക്ക് മിക്കവർക്കും ചെയ്യുന്ന കാര്യങ്ങൾ എക്സസൈസസ്, യോഗ, മെഡിറ്റേഷൻസ്, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഹെൽപ്പായിരിക്കും നമ്മുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ. അപ്പം വർക്ക് റിലേറ്റഡ് മാത്രമല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിലെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ, ആങ്സൈറ്റി, ഇൻസോംനിയ, സ്ലീപ്പിംഗ് പ്രോബ്ലം ഉള്ളവർക്ക് ഇതൊക്കെ ഒരുവിധം കുറയ്ക്കാനായിട്ട് ഇങ്ങനത്തെ റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. ഇനി നമ്മുടെ ഓഫീസ് സ്പേസിലോട്ട് വരുവാണെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും വർക്ക് എന്നും പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്തതിന്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് ഫ്രണ്ട്സ് മീൻസ് കൊളീഗ്സുമായിട്ട് തന്നെ പുറത്ത് എന്ന് പറഞ്ഞാൽ ദൂരോട്ടൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി താഴെ പോവോ അല്ലെങ്കിൽ പാൻട്രിയിലോട്ടൊന്ന് പോവോ, ഒന്നില്ലെങ്കിൽ ജസ്റ്റ്
എന്താ പറയുക, പുറത്ത് ലോഞ്ചിലോട്ടൊന്ന് പോകുമോ, ഇങ്ങനെയൊക്കെ ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഓക്കെ, അത്രയൊക്കെ അതിൽ കൂടുതലൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഡിപ്പെൻഡ്സ് ഓൺ കമ്പനി ആൻഡ് യുവർ വർക്ക്. ഓക്കെ, സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ജസ്റ്റ് ചെല്ലുക, സംസാരിക്കുക, ചിരിക്കുക, ചെറിയ കോമഡി പറയുക, എന്താ പറയുക, ടൈം സ്പെൻഡ് തിരിച്ചു വരിക. ദെൻ അഗൈൻ ബാക്ക് ടു വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്താ പറ്റുക, നിങ്ങളുടെ മനസ്സിൽ റിലാക്സേഷൻ കിട്ടും. പിന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അതിപ്പോൾ അവർക്ക് ഒരു പക്ഷേ വർക്ക് സ്ട്രെസ് ഉള്ളവരായിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ഓക്കെ എനിക്കും കൂട്ടണ്ടല്ലേ, നമുക്ക് പൊതുവൊരു ചിന്തയാണ് മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ എനിക്ക് മാത്രമല്ല അവർക്ക് കൊണ്ട് ഓക്കെ, അപ്പോൾ ദെൻ ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, അവർ തോന്നൽ നമുക്ക് വരാം. സോ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊളീഗ്സുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിനുള്ളിലെ കുറ്റങ്ങളോ ചെന്ന് മറ്റോട്ട് പറയാൻ പാടില്ല. കാരണം ഇത് നിങ്ങൾക്കെതിരെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ മാനേജറെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് കൊളീഗ്സിനെ കുറിച്ചോ ലീഡ്സിനെ കുറിച്ചോ ആരെക്കുറിച്ചായാലും കുറ്റങ്ങളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ മറ്റുള്ളവരോട് ചെന്ന് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് പറഞ്ഞോ നോ ഇഷ്യൂസ്, അവിടെ ആരും നിങ്ങൾക്കെതിരെ ഒന്ന് പറയാനോ അല്ലെങ്കിൽ ഓഫീസിൽ പോയി പറയാൻ വേണ്ടിയുള്ള ചാൻസസ് ഇല്ല. പക്ഷെ ഓഫീസിനുള്ളിൽ നിൽക്കുമ്പോഴത്തേക്കും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം ഒരു പ്രോബ്ലമായി മാറും. ഓക്കെ, നെക്സ്റ്റ് ടിപ്പ് ഈസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ വർക്ക് സ്ട്രെസ് അല്ലെങ്കിൽ നിങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സൂപ്പർവൈസേഴ്സ് ഓർ HRസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും ഇതിങ്ങനെ അടച്ചു പൊത്തി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് വലിയ 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 പ്രശ്നങ്ങളോട്ട് കൊണ്ടുവന്ന് എത്തിക്കത്തേ ഉള്ളൂ. സോ അതിന് പകരമായിട്ട് നിങ്ങൾ അവരുമായിട്ട് ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പറയുക ഓക്കെ സർ അല്ലെങ്കിൽ മാഡം ഇതാണ് എൻ്റെ പ്രശ്നം, ഓക്കെ എനിക്ക് ഈ വർക്ക് ഇങ്ങനത്തെ സ്ട്രെസ് കാരണം എനിക്ക് മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല, അപ്പോൾ എനിക്കൊരു സൊല്യൂഷൻ വേണം. അപ്പോൾ ഒബ്വിയസ്ലി അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇൻ കേസ് നിങ്ങളുടെ മാനേജർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്ന് കരുതി ആ ഒരു വ്യക്തി മാത്രമല്ല നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത്. മറ്റ് സൂപ്പർവൈസേഴ്സ് ഇല്ലേ, അവരോട് സംസാരിക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ HRs ഇല്ലേ, HRസിന്റെ ഡ്യൂട്ടിയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് ദർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഇറ്റ്സ് ദർ ജോബ്. ഓക്കെ, സോ ഒരിക്കലും ചിന്തിക്കരുത് ഒക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്നൊന്നും വിചാരിക്കരുത്. HRന്റെ ഡ്യൂട്ടി അതാണ്. മാത്രമല്ല നിങ്ങൾ മറ്റെന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ആ ഓഫീസിലുണ്ടെങ്കിൽ HRസുമായിട്ട് ഉറപ്പായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അത് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അവർ അതിനൊരു ആക്ഷൻസ് എടുക്കും, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ പേര് റിവീൽ ചെയ്യണമെന്നില്ല. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഒരിക്കലും വറി ചെയ്തുകൊണ്ട് എന്താ പറയുക എല്ലാം സ്വയം അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ട്രിപ്സ് ഒക്കെ ട്രിപ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം എന്തായാലും മസനഗുഡി വഴി ഊട്ടി ഒന്നും എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് കുഞ്ഞു 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 ട്രിപ്സ് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സൈഡിലോട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒന്ന് വൈകിട്ടൊന്ന് റെസ്റ്റോറൻറ്റിൽ പോവുക, ഒന്നുമില്ലെങ്കിൽ അടുത്തൊരു ബീച്ചിൽ പോവുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ 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 മെന്റൽ പ്രഷർ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻ ബൗണ്ടറീസ് ബിറ്റ്വീൻ യുവർ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ്. അതായത് നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ തന്നെ നിർത്തിയിട്ട് പോരുക. വീട്ടിലേക്ക് കൊണ്ടുവന്ന് അത് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയോ അല്ല പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുവോ അത് തലയിടാനെ കുറിച്ച് ചിന്തിക്കുക പോയിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടൊരു അവസ്ഥയിലോട്ട് നിങ്ങളെ നയിക്കുന്നതായിരിക്കും. സോ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കൊരു ഇഷ്യൂ ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ഫാമിലിയൊക്കെ ആൾക്കാരാണെങ്കിൽ ഇപ്പം ആണായാലും പെണ്ണായാലും അവർ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ച് അതിനു വേണ്ടിയുള്ള വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പാർട്ട്ണർക്കും നിങ്ങളുടെ കുട്ടികൾക്കും അതെല്ലാം വളരെയധികം നിങ്ങൾക്കുണ്ടാകുന്ന പോലെ തന്നെ അതിനപ്പുറത്തേക്കും ഉള്ളൊരു അവസ്ഥയോട് അതിനെ കൊണ്ടുചെന്ന് എത്തിക്കാൻ ചാൻസസ് ഉണ്ട്. സോ ട്രൈ ടു അവോയ്ഡ് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓഫീസ് വർക്ക് ഓഫീസിൽ തന്നെ നിർത്തുക. നിങ്ങൾ ഓഫീസിൽ നിന്ന് ഗേറ്റ് തുറന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇത് പറയാൻ എളുപ്പമാണെന്നറിയാം, പ്രാക്ടിക്കൽ ആക്കാനാണ് ബുദ്ധിമുട്ട്. പക്ഷെ നിങ്ങൾ പയ്യെ 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 പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ഒരു കാര്യം. അങ്ങനെ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരിക്കൽ ഞാൻ ഒരു പീക്കായിട്ടുള്ള ലെവലിൽ കൂടെ കടന്ന ഒരാളാണ്. അന്ന് എനിക്ക് പറ്റിയത് തന്നെയാണ്. കാരണം അന്ന് എനിക്ക് ഒരു എന്താ പറയുക ഇതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കും അതിനെക്കുറിച്ച് അധികം വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ദിവസം ജോബ് റിസൈൻ ചെയ്യേണ്ടി വന്നു. ഓക്കെ, സോ എല്ലാവർക്കും അത് പോസിബിൾ അല്ല. എനിക്കും അന്നൊരു അബദ്ധം പറ്റിയതാണ്. പെട്ടെന്ന് റിസൈൻ ചെയ്തു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് പെട്ടെന്ന് അടുത്തൊരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടും പറ്റിയില്ല. സോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരുപാട് ഞാൻ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഒരിക്കലും വർക്ക് സ്ട്രെസ് ഉണ്ട് പ്രഷർ ഉണ്ടെന്ന് കരുതി ഒറ്റയടിക്ക് ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എല്ലാവർക്കും ഒരു ജോലി റിസൈൻ ചെയ്തിട്ട് ഉടൻ തന്നെ അടുത്ത ദിവസത്തിന് അടുത്ത് കയറണമെന്നില്ല. കാരണം മിക്കവരും തന്നെ ഒരു ജോലി കയറി കഴിഞ്ഞാൽ EMIs കാണാം, മറ്റ് ഫിനാൻഷ്യൽ എന്താ പറയുക ലയബിലിറ്റീസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു ബാങ്കിനോടൊന്നും പറയാൻ പറ്റത്തില്ല ഓക്കെ എൻ്റെ ജോലി പോയി അല്ലെങ്കിൽ എനിക്ക് ജോലി ഇപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് എനിക്കിപ്പം എന്താ EMI അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ മിക്ക ബാങ്കുകാരൊന്നും സമ്മതിക്കത്തൊന്നുമില്ല അല്ലേ. ഒരു മാസമൊക്കെ 2 മാസമൊക്കെ 3ാമത്തെ മാസം തൊട്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെ കയറി ഇറങ്ങാൻ തുടങ്ങും അല്ലേ. അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ അതൊക്കെ ഓർത്തിട്ടാണ് മിക്കവരും തന്നെ എങ്ങനെയെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ട് ജോബ് ആണെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെയാണ്
തലയിലോട്ട് വരുന്നത്. സോ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഒറ്റയടിക്ക് ജോലി റിസൈൻ ചെയ്ത് പോകുന്നതിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ എംപ്ലോയറിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നീ പുതിയ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ സ്ട്രെസ് കുറച്ച് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഓപ്ഷൻസ് എടുക്കുക. കാരണം ഇത് ഞാൻ ഇവിടെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു വളരെ ദാരുണമായ സംഭവം കേരളത്തിലുണ്ടായി. ഒരു കുട്ടി സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ആ ന്യൂസിന്റെ ഒക്കെ താഴെ മിക്കവരും കമന്റ് ഇട്ടേക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ജോലി റിസൈൻ ചെയ്തില്ല, ഈ ജോലി മാത്രമാണോ നിങ്ങളുടെ നിങ്ങളുടെ എൻഡ് ഓഫ് ദ ലൈഫ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാൻ എളുപ്പമാണ്, കാരണം ഓരോരുത്തരുടെ ലൈഫ് ഓരോരുത്തർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഈ ഒരു ജോലിയെ കണ്ടുകൊണ്ടായിരിക്കാം ഓരോരുത്തരും ജീവിക്കുന്നത്, അവരുടെ ലൈഫിൽ പല ലൈബിലിറ്റീസ് അവരെടുത്ത് വെച്ചിരിക്കുന്നു അല്ലെ. സോ അതുകൊണ്ട് പറയാൻ ഈസിയാണ്, പെട്ടെന്ന് ജോലി ഇട്ടിട്ട് പോകൂടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല, ചിലർക്ക് ഈസി ആയിരിക്കാം. ഒരു പക്ഷെ ആ ജോബ് പെട്ടെന്ന് റിസൈൻ ചെയ്യുക, എന്നിട്ട് പോകുക എന്നുള്ള വളരെ എളുപ്പമായിരിക്കാം ചിലർക്ക്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. സോ അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയൊരു ജോബ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കറണ്ട് ജോബ് റിസൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് ജോബ് നിങ്ങൾ സ്ട്രെസ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ പറയാനുള്ളത് ലീഡർഷിപ്പ് ലെവലുള്ള ആൾക്കാരോടാണ്. അതായത് നിങ്ങളുടെ അണ്ടറിൽ ആരെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരോട്, സൂപ്പർവൈസേഴ്സ് ലൈക്ക് മാനേജേഴ്സ്, ലീഡ്സ്, അസോസിയേറ്റ് മാനേജേഴ്സ്, ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കിട്ടുന്ന സ്ട്രെസ്, അതായത് നിങ്ങളുടെ ഹയർ ലെവലിൽ നിന്ന് കിട്ടുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഫയറിംഗ് ഒക്കെ നിങ്ങളുടെ താഴെയുള്ള ആൾക്കാർ തലയിലോട്ട് തീർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം എന്താ, നമ്മളെല്ലാവരും നമ്മുടെ താഴെ ജൂനിയേഴ്സിനെ പോലെ തന്നെ കടന്നു വന്ന ആൾക്കാരാണ്. ഒരിക്കലും നമ്മളെ ഡയറക്റ്റ് മാനേജറായിട്ട് കയറിയവരോ ലീഡറായിട്ട് കയറിയവരോ ഒന്നും അല്ല. നമ്മൾ ഇതുപോലെ ഒരുപാട് ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. സോ ഒന്ന് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് നമ്മുടെ സീനിയറിന്റെ കിട്ടുന്ന ആ ഒരു പ്രഷർ നേരെ കൊണ്ടിട്ട് ഇവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം, നമ്മളൊപ്പം കൂട്ടി നിർത്തി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുവാനും ആ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. സോ അതിനായിട്ട് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എംപ്ലോയീസിന് വേണ്ട അവരെ കൂടുതൽ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അവരുടെ വർക്കിനനുസരിച്ച് ഒരു പക്ഷേ സാലറി കൊടുക്കുന്നുണ്ടായിരിക്കാം. അത് മാത്രമല്ല, ഒപ്പം തന്നെ ഇടയ്ക്ക് ചില റിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഒന്നും ആവണമെന്നില്ല, ചെറിയ ചെറിയ റിവാർഡ് പോയിന്റ്സ്, ഇപ്പം ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള പോയിന്റ്സ് കൊടുക്കാം. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ലഞ്ചിന് പുറത്ത് കൊണ്ടുപോകാം, ഡിന്നറിന് പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് ഈ ഓഫീസ് വർക്ക് മാത്രമല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈവൻറ്റ്സ് വെക്കുക, ഫൺ ഈവൻറ്റ്സ് ഒക്കെ ഇല്ല, ഫ്രൈഡേ ഈവൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വെക്കത്തില്ല, അങ്ങനെയൊക്കെ ഇടയ്ക്ക് വെക്കുക. നമ്മുടെ എംപ്ലോയീസിനെ കൂടുതൽ ചെറുപ്പക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും വർക്ക് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, അത് അവരുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും മാത്രമല്ല, നമ്മുടെ എൻറ്റയർ ആ ഒരു കമ്പനിയെ കൂടെ അല്ലെങ്കിൽ എൻറ്റയർ ആ ഒരു വർക്ക് കൾച്ചറിനെ അത് അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അത് നിങ്ങളൊന്ന് മനസ്സിൽ കരുതുക. പിന്നെ ലീഡർഷിപ്പിനോട് എനിക്ക് പറയാനുള്ള മറ്റൊരു റിക്വസ്റ്റ് ആണ്, കമ്പയർ ചെയ്യരുത്. ഓക്കെ, നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് അല്ലേ. അപ്പോൾ സോ നമ്മുടെ അണ്ടറിൽ എ എന്നൊരു എംപ്ലോയി ഉണ്ട്, ബി എന്നൊരു എംപ്ലോയി ഉണ്ട്. സോ എയുടെ എല്ലാ കഴിവുകളും ബിക്ക് കിട്ടണമെന്നില്ല, അല്ലെ ബിയുടെ എല്ലാ കഴിവുകളും എക്കും കിട്ടണമെന്നില്ല. സോ ഡോണ്ട് കമ്പയർ. ഓക്കെ, സോ ഒരിക്കലും എല്ലാവരും മുന്നേ വെച്ച് നമുക്ക് ഏറ്റവും അധികം ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പാരിസൺ. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നെങ്കിൽ പോലും ഈ കമ്പാരിസൺ കേട്ടിട്ടുള്ളവരായിരിക്കാം. എന്തുമാത്രം നമുക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു വർക്കിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഈ കമ്പാരിസൺ കേൾക്കുമ്പോഴത്തേക്കും ചിലപ്പം ചില മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് നീ ഇന്നയാളെ നോക്ക്, അയാൾ ഇന്നപോലെ വർക്ക് ചെയ്തില്ല, നീ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ കമ്പയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും ഒരുപോലെ അല്ല. ചില ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, ഒരു പക്ഷേ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ കുറച്ച് കുറവുള്ളവരായിരിക്കാം. എല്ലാവരുടെ IQ ലെവൽ ഒരുപോലെ അല്ല. സോ അതൊന്ന് മനസ്സിൽ കരുതുക. പക്ഷെ നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. അവർക്ക് ഓരോരോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അവർക്ക് എങ്ങനെയാ നമ്മുടെ ആ വർക്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടി പറ്റും, അതിനുവേണ്ട മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യുക. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹെൽപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മെട്രിക്സ് ആണ് ഓഷനോർ മെട്രിക്സ്. ഇവിടെ 4 ക്വാഡ്രൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് അർജന്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടാസ്കുകളാണ്. ആ ടാസ്കുകൾ ഡു ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട വർക്കുകൾ നമ്മൾ ആ ടാസ്കുകൾ സ്കിപ്പ് ചെയ്യുകയോ ആ ഡെഡ്ലൈൻ മീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസിക്വൻസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെയുള്ള വർക്ക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് അർജന്റ്, അതാണ് ഈ ഒരു ക്വാഡ്രന്റിനകത്ത് വരിക. സെക്കൻഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് അർജന്റ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യാം. ദാറ്റ് മീൻസ് ഒരു ഡെഡ്ലൈൻ ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ഒരു ഡേറ്റ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചൊരു വെയിറ്റിംഗ് ടൈം കൊടുത്തിട്ടോ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റും. തേർഡ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ
urgent but not important ആണ്. അങ്ങനെയുള്ള വർക്ക്സ് നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമ്മളുടെ സ്കിൽ സെറ്റ് ആവശ്യമില്ല, മറ്റൊരാൾക്ക് വേണമെങ്കിലും അത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള വർക്കുകൾ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് നമുക്ക് മറ്റൊരാൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും, അല്ല മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് പറ്റും, അവിടെ എനിക്ക് പലതും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനായിട്ട് പറ്റും. ആ കൈൻഡ് ഓഫ് വർക്ക്സ് ആണ് ഈ urgent ബട്ട് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ള ആ ഒരു ക്വാഡ്രന്റിനകത്ത് വരിക. ഒന്നും കരുതി നമ്മുടെ എല്ലാ വർക്കുകളും മറ്റുള്ളവർക്ക് കൊടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കരുത്. അത് വളരെ കോൺസിക്വൻസ് പിന്നീട് ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് urgent നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, വലിയ അർജന്റും അല്ല വലിയ ഇമ്പോർട്ടൻറ്റും അല്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് വർക്ക്സ് ആണ് ഈ ഒരു ക്വാഡ്രന്റിൽ വരിക. സോ ഫോർ എക്സാമ്പിൾ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് അൺനെസറി ടാസ്ക് ഒക്കെയാണ് ഈ ഒരു കാറ്റഗറി വരുന്നത്. അങ്ങനെയുള്ള വർക്കുകളെ ടാസ്കുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇതാണ് ഒരു ഓഷനവർ മെട്രിക്സിന്റെ ഫോർമാറ്റ്. സോ ഇതിനനുസരിച്ച് നിങ്ങളുടെ ടാസ്കുകളെയും വർക്കുകളെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തിടെ ഞാൻ കാണിക്കാൻ വേണ്ടി പോണത് ഒരു ഓട്ടോമേഷൻ ടെസ്റ്റ് എഞ്ചിനീയറുടെ ഒരു മെട്രിക്സ് അങ്ങനെ പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു സാമ്പിൾ മാത്രമാട്ടോ. അപ്പോൾ നിങ്ങളുടെ വർക്ക് ടാസ്ക് ഒക്കെ എന്തായാലും ഡിഫറെൻ്റ് ആണ്. ജസ്റ്റ് ഒരു സാമ്പിൾ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഇത് കഴിയട്ടുന്ന ഇതിട്ടുണ്ട് പ്രിപ്പയർ ചെയ്തേക്കും. നമുക്ക് നോക്കാം. സോ ക്വാഡ്രന്റ് 1 ദാറ്റ് മീൻസ് urgent ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫിക്സ് ക്രിട്ടിക്കൽ ഓട്ടോമേഷൻ ടെസ്റ്റ് ഫെയിലേഴ്സ് ദാറ്റ് ആർ ബ്ലോക്കിംഗ് ദ റിലീസ്, അവരുടെ അപ്ഡേറ്റ് സ്ക്രിപ്റ്റ്സ് ഫോർ ഹൈ പ്രയോറിറ്റി, ന്യൂലി ഡിസ്കവർഡ് ഡിഫക്ട്സ് ഇൻ ദ കറന്റ് സ്പ്രിന്റ്, പിന്നെ അഡ്രസ് ചെയ്യുക ബ്രോക്കൺ CD പൈപ്പ് ലൈൻസിനെ. അങ്ങനെയൊക്കെയുള്ള urgent ആൻഡ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആണ് ക്വാഡ്രന്റ് 1 വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് urgent ആണ്. അതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് ഡെവലപ്പ് ന്യൂ ഓട്ടോമേഷൻ ടെസ്റ്റ് കേസ് ഫോർ അപ്കമിങ് ഫീച്ചേഴ്സ്. ഇപ്പോൾ കറന്റ് ഉള്ള സ്പ്രിന്റിൽ ആവശ്യമില്ല, ബട്ട് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റു വർക്കുകളൊന്നും ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഫീച്ചേഴ്സ് ഒക്കെ അതിന് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുകയോ സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ കറണ്ട് വർക്കിനെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറന്റ് ഉള്ള വർക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ചെയ്യാം ഒരു ടൈം ലൈൻ കൊടുത്തിട്ട്. ഓക്കെ, അതാണ് ഈ ഒരു ക്വാഡ്രന്റിനകത്ത് വരുന്നത്. പിന്നെ റിസർച്ച് ന്യൂ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ടൂൾസ്, ഫ്രെയിംവർക്സ്, കൂടുതൽ ലേണിങ്ങിനുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ക്വാഡ്രന്റ് 2 ചെയ്യാവുന്നതാണ്. പിന്നെ ക്വാഡ്രന്റ് 3 urgent but not important ആണ്. I respond to non-critical test results inquiries from stakeholders, run one-off manual tests that can be automated later, update minor test case configurations for less important features. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റ് നോട്ട് urgent ആൻഡ് നോട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാവുന്ന വർക്ക്സ് ആണ്. ഫോർ എക്സാമ്പിൾ അറ്റൻഡ് നോൺ ടെക്നിക്കൽ മീറ്റിംഗ്സ് വിത്ത് മിനിമൽ ഇമ്പാക്ട് ഓൺ യുവർ റോൾ. ഇപ്പം നമ്മളുടെ ഓഫീസിൽ നടക്കുന്ന എല്ലാ മീറ്റിംഗ്സും നമ്മളുടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മീറ്റിംഗ്സ് ആവണമെന്നില്ല. സോ അങ്ങനെയുള്ള മീറ്റിംഗ്സ് ഒക്കെ, ആവശ്യമില്ലാത്ത മീറ്റിംഗ്സ് ഒക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് അങ്ങനത്തെ മീറ്റിംഗ്സ് ഒഴിവാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓഫീസിൽ ഒറ്റപ്പെടുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫൺ ഈവൻസ്, അങ്ങനെയൊക്കെയുള്ള ഈവൻസ് ഉണ്ടായിരിക്കുമല്ലോ. സോ അതൊക്കെ നിങ്ങൾ എപ്പോഴും സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു സോഷ്യൽ അങ്ങനത്തെ ഒരു സോഷ്യൽ സ്കിൽ അല്ലെങ്കിൽ മറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു ടൈമൊക്കെ നഷ്ടപ്പെടും. അത് പിന്നീട് നിങ്ങളെ വളരെ ഗുരുതരമായി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ എപ്പോഴും അങ്ങനെ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ വളരെ ക്രിട്ടിക്കലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, urgent ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് ഒക്കെ വരുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാം, നോ ഇഷ്യൂസ്. പക്ഷെ നിങ്ങൾ ഇൻഫോം ചെയ്യണം നിങ്ങളുടെ സൂപ്പർവൈസറിനെ. ഓക്കെ, ദീസ് ആർ ദ റീസൺസ്, സോ ഐ കനോട്ട് അറ്റൻഡ് ദ മീറ്റിംഗ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന കരുതുന്നത് എന്ന് വെച്ചാൽ പൊളൈറ്റ് ആയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇൻഫോം ചെയ്യാണ്ട് നിങ്ങളുടെ തോന്നിവാസം അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മളിപ്പോൾ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. സോ അതിനനുസരിച്ച് പെർഫോം ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് എക്സാമ്പിൾ ആണ് സ്പെൻഡ് ടൈം ഓൺ ലോ ഇമ്പാക്ട് റിപ്പീറ്റഡ് മാനുവൽ ടെസ്റ്റിംഗ് ദാറ്റ് കുഡ് ബി ഓട്ടോമേറ്റഡ്. പിന്നെ ഗെറ്റ് ഇൻവോൾവ് ഇൻ ടാസ്ക് അൺറിലേറ്റഡ് ടു ഓട്ടോമേഷൻ, അത് സോഷ്യൽ ഇവന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. പിന്നെ ടേക്ക് നോൺ ക്രിട്ടിക്കൽ എസ്തെറ്റിക് ഡീറ്റെയിൽസ് ഇൻ ഓട്ടോമേറ്റഡ് റിപ്പോർട്ട്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഓക്കെ, സോ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. ദെൻ ഇതനുസരിച്ച് ഇപ്പോൾ ഡെവലപ്പർ ആകാം, ടെസ്റ്റർ ആകാം, ഡിസൈനേഴ്സ് ആകാം, ഒന്നും അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനുള്ള ആളാകാം, ബാങ്ക് എംപ്ലോയി ആകാം, ആരും ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് ഇതനുസരിച്ച് ക്വാഡ്രൻസ് ആക്കാം. ഓക്കെ, അതിനനുസരിച്ച് വർക്ക് ചെയ്ത് മുൻപോട്ട് പോവുക. സോ ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കാരണം ഇത് കാണുന്ന കുറച്ച് പേരെങ്കിലും ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരാകാം. വീണ്ടും ഞാൻ പറയുകയാണ്, ജോബ് ഇസ് ജസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ്, നോട്ട് എൻഡ് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, ഒരിക്കലും അങ്ങനെ നിങ്ങൾ കരുതരുത്. ജസ്റ്റ് നിങ്ങളുടെ ലൈഫിന്റെ പാർട്ട് മാത്രമാണ്. സോ അതിലെന്തൊരു ഇഷ്യൂ വന്നെന്ന് കരുതി ഒരിക്കലും ലൈഫ് എൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തീരുമാനിക്കരുത്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് മുന്നോട്ടുള്ളതാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. സോ അതെപ്പോഴും മനസ്സിൽ കരുതുക.
ഓക്കെ, സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ.